തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലേക്ക് എത്തിച്ച വൻ പടക്കശേഖരം പൊട്ടിത്തെറിച്ച് അപകടത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം സ്വദേശി വിഷ്ണു എന്നയാളാണ് മരിച്ചതെന്നാണ് വിവരം. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 4 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാലക്കാട്ട് നിന്നും ഉത്സവത്തിനെത്തിച്ച പടക്കങ്ങളാണ് വാഹനത്തിൽ നിന്നിറക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം. പുതിയകാവ് ക്ഷേത്രോത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത്. NSS കരയോഗത്തിന്റെ സ്ഥലത്താണ് പടക്കം സൂക്ഷിച്ചിരുന്നത്. ഇവിടെ പടക്കം സൂക്ഷിക്കാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത്. സമീപത്തെ 45ഓളം വീടുകൾക്കും കേടുപാടുകളുണ്ടായി. 1 കിലോമീറ്റർ അകലെ വരെ പൊട്ടിത്തെറിയുടെ പ്രകമ്പനമുണ്ടായി. 1/2 കിലോമീറ്റർ അകലെ വരെ കെട്ടിടാവശിഷ്ടങ്ങളെത്തി. 1 കിലോമീറ്റർ അകലെ നിന്നും വരെ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പത്തരയോടെയാണ് അപകടമുണ്ടായത്. അടുത്തുള്ള വീടുകളെല്ലാം തകർന്നു. ആദ്യഘട്ടത്തിൽ 25 വീടുകൾക്ക് കേടുപാടുണ്ടായെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ 45ഓളം കെട്ടിടങ്ങൾ തകർന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. 1/2 കിലോമീറ്റർ ചുറ്റുപാടുള്ള വീടുകളെല്ലാം തകർന്ന നിലയിലാണ്. സമീപത്തെ 2 നില വീടുകളുടെ മേൽക്കൂരകൾ വരെ തകർന്നു. കോൺക്രീറ്റുകൾ പൊട്ടിയകന്ന നിലയിലാണ്. വീടിന്റെ വാതിലുകളും ജനലുകളും തകർന്നു. ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമെല്ലാമുള്ള സ്ഥലത്താണ് പടക്കം സൂക്ഷിച്ചിരുന്നത് എന്നാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പടക്കങ്ങൾ സൂക്ഷിച്ചിരുന്നിടത്താണ് അപകടം. 6 തവണ സ്ഫോടനം ഉണ്ടായതായാണ് വിവരം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ആദ്യം ഗ്യാസ് പൊട്ടിത്തെറിച്ചത് എന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീടാണ് പടക്കപ്പുരയിൽ ഉണ്ടായ പൊട്ടിത്തെറിയെന്നും മനസ്സിലാകുന്നത്. സ്ഫോടനത്തിൽ ടെമ്പോ ട്രാവലർ പൂർണ്ണമായും കത്തിനശിച്ചു. 6 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.